മൂന്നാർ റീജിയണൽ ഓഫീസിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വഴിയോര കടകൾക്ക് മുകളിലേക്കും മണ്ണിടിഞ്ഞു വീണു. 4 കടകൾക്ക് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ എസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, വലിയ ആശങ്കയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഈ സമീപത്തെ കടകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്ന് തോന്നുന്നു. മണ്ണ് മാറ്റാനുള്ള നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? 4 കടകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഈ പ്രദേശത്ത് കനത്ത മഴയായതുകൊണ്ട് തന്നെ ഇന്ന് ഈ കടകളൊന്നും തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കടകൾക്ക് മേളിലേക്ക് മണ്ണ് പതിക്കുകയും അതോടൊപ്പം തന്നെ ദേശീയപാതയിലേക്ക് മണ്ണ് വീഴുകയും ചെയ്തു. ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മൂന്നാർ ടൗണിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഇതും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പാതകളിലും സമാനമായ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ശരി ജെയിൻ.